കർണാടകയിൽ ഹിന്ദുവിരുദ്ധ നിലപാടുമായി കോൺഗ്രസ് സർക്കാർ ക്ഷേത്രങ്ങൾക്ക് മേൽ 10% നികുതി ഏർപ്പെടുത്തി. നികുതി നിയമം ഉൾപ്പെടുത്തി കർണാടക ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെന്റ് ബില്ല് 2024 കർണാടക നിയമസഭയിൽ പാസാക്കി. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, ഈ ഹിന്ദുവിരുദ്ധ നിലപാട് കോൺഗ്രസ് സർക്കാർ എടുക്കുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം എങ്ങനെയാണ് ഈ ഒരു പുതിയ നിയമം? ലക്ഷ്മി, 10 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരുമാനമുള്ള ക്ഷേത്രങ്ങൾക്ക് ആ വരുമാനത്തിൻ്റെ 5% നികുതിയായി ഒടുക്കണം എന്നാണ്. 1 കോടി രൂപ മുതൽ വരുമാനമുള്ള ക്ഷേത്രങ്ങൾക്ക് 10% നികുതി ഒടുക്കണമെന്നുള്ള നിർദ്ദേശമാണ് വന്നിരിക്കുന്നത്. ലോക്സഭയിൽ ഇന്ന് ബില്ല് പാസ്സാക്കിയിരിക്കുന്നു. ഇനി ഗവർണറുടെ അംഗീകാരം കൂടിയുള്ളപ്പോൾ ഇത് നിയമമായി മാറുന്നതാണ്. ഹിന്ദു വിരുദ്ധ നിലപാടാണെന്നാണ് BJP വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ സംസ്ഥാന ബഡ്ജറ്റിൽ വലിയ തുക, ഏതാണ്ട് 100 കോടി രൂപയാണ് വഖഫ് ബോർഡിനെ നീക്കിവെച്ചത്. അതേപോലെ തന്നെ 10 കോടി രൂപ ഹജ്ജ് ഭവൻ നിർമ്മിക്കുവാൻ വേണ്ടി നീക്കിവെച്ചു. 200 കോടി രൂപ ക്രിസ്തീയ വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി മാറ്റിവെച്ചു. ഇങ്ങനെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കായി വലിയ തുകകൾ മാറ്റിവെക്കുന്നതിനൊപ്പം ഹിന്ദു ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ നിന്നും കാണിക്കയായി ലഭിക്കുന്ന പണത്തിൻ്റെ വിഹിതം കൂടി സർക്കാർ കൈപ്പറ്റുന്നു എന്നുള്ള ആക്ഷേപം, അത് ഹൈന്ദവ വിരുദ്ധതയാണ്. കോൺഗ്രസിൻ്റെ ഹൈന്ദവ വിരുദ്ധതയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇതെന്നാണ് BJP വ്യക്തമാക്കുന്നത്. നിലവിൽ ഈ കർണാടക സർക്കാരിന് കീഴിൽ 400 ക്ഷേത്രങ്ങൾ, ഇതിൽ നിന്നുമായി ഏതാണ്ട് 450 കോടി രൂപയോളം വരുമാനം ലഭിക്കുന്നുണ്ട്. ദക്ഷിണ കർണാടകയിൽ മാത്രം ഏതാണ്ട് 155 കോടി രൂപ അവിടുത്തെ ക്ഷേത്രങ്ങളിൽ നിന്നും വരുമാനം ലഭിക്കുന്നുണ്ട്. ഇങ്ങനെ വലിയ വരുമാന സ്രോതസ്സായിട്ട് ഈ ക്ഷേത്രങ്ങളെ മാറ്റുവാൻ വേണ്ടിയാണ് ഇപ്പോൾ സർക്കാർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ടത് അവിടങ്ങളിലെ C ഗ്രേഡ് ക്ഷേത്രങ്ങളുടെ അവസ്ഥയാണ്. വളരെ പരിതാപകരമാണ്. നിത്യവൃത്തിക്ക് പോലും നിവൃത്തിയില്ലാത്ത ക്ഷേത്രങ്ങളാണ്. ആ ക്ഷേത്രങ്ങളെ ഉദ്ധരിക്കാതെ മറ്റ് ക്ഷേത്രങ്ങളുടെ വരുമാനം എടുക്കുന്നതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്.